ഇതിലൊന്നും മോനെ ഒറ്റമൂലിയൊന്നുമില്ല. നിന്റെ ഒരു വിരലുണ്ട്, ആ വിരൽ ഉപയോഗിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. 2024 ഒരു വോട്ടിംഗ് മെഷീൻ വരും, അവിടെ വിരൽ ഉപയോഗിക്കും. അത് മാത്രമല്ല, നിന്റെ വായിലൊരു നാവുണ്ട്, നിന്റെ പരിസരത്തെ സ്വാധീനിക്കാനാണ് നാവ് ഉപയോഗിക്കുന്നത്. നിനക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ട്, ആ സോഷ്യൽ മീഡിയ ആണ് ഒരുപക്ഷെ നിന്റെ ജാലകം, സമൂഹവുമായിട്ടുള്ള ജാലകം. അത് എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കും. ഇപ്പൊ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഒരു വളരെ സഹോദരത്തോടെ കഴിയുന്ന ഒരു ഭൂമികയാണ്. ഞാൻ കേരളത്തിന് വെളിയിൽ ഒരുപാട് വിദ്യാർത്ഥിയായിട്ടും മാധ്യമപ്രവർത്തകനായിട്ടൊക്കെ ചെലവഴിച്ചപ്പോഴും ഇതുപോലൊരു സാഹോദര്യമുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഭൂമിക ലോകത്ത് എവിടെയില്ല. അതുകൊണ്ടാണ് ഡോക്ടർ അമർത്യ സെന്നെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് ഇതൊരു അത്ഭുതമാണെന്ന്, ഇതൊരു വിസ്മയമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിസ്മയമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കേരളത്തിന്റെ ഈ സംസ്കാരത്തെ ഇതുപോലെ നിലനിർത്തണമെങ്കിൽ വലിയൊരു ജാഗ്രത വേണം. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്നുള്ള ഒരാളൊരു അഭിപ്രായപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ മതത്തിന്റെ കള്ളിയിൽ പിടിച്ചിരുന്ന ഒരു പ്രവണത ഇപ്പോൾ കേരളത്തിലുണ്ട്, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ. അത്രത്തോളം വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു പക്ഷേ കേരളം വഴികാട്ടണം ഇന്ത്യക്ക്. അതായത് ഇതുപോലൊരു നാട് ആണ് ഇന്ത്യ എന്നുള്ള ആശയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എന്താ പറയാ, ഐതിഹ്യങ്ങളെ ചരിത്രമാക്കുകയും ജ്യോതിഷക്കാര് ശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമല്ല നമുക്ക് വേണ്ടത്. ഇന്ന് ചില ആൾ ദൈവങ്ങളൊക്കെ വന്ന് നമുക്ക് ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരും. നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട മരുന്നിന്റെ പേര് പാരസെറ്റമോളാണ് അല്ലെങ്കിൽ ക്രോസിനാണ്, അല്ലാതെ ഒരു ചാണക ഗുളികയല്ല എന്നുള്ള ഒരു ബോധ്യം മലയാളിക്കുണ്ട്. അപ്പം ഈ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം മലയാളി ഉണ്ടാകണം. ഇപ്പൊ കഴിഞ്ഞ എന്നെ അമ്പരിപ്പിച്ചൊരു കാര്യം, ഒരു മാധ്യമം പോലും ഒരു എഡിറ്റോറിയൽ പോലും എഴുതിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കാറുണ്ട്, നമുക്ക് ഉളുപ്പ് വേണ്ടേ? എന്താ കാരണം? എന്നോട് ക്ഷമിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഐതിഹ്യത്തിലുള്ള വിശ്വാസത്തിൽ മാത്രമുള്ള ആർക്കിയോളജിക്കൽ സർവേ പതിറ്റാണ്ടുകൾ എക്സ്കവേഷൻ നടത്തിയിട്ട് ഒന്നും പറയാത്ത, കേവലം വിശ്വാസത്തിൽ മാത്രമുള്ള ഒരു ദ്വാരക രാജ്യം തേടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മയിൽപ്പീലി വീശിക്കൊണ്ട് ആഴക്കടലിലേക്ക് പോകുന്നു. ലോകത്ത് ഈ ശാസ്ത്ര സാങ്കേതിക മേഖല ഇത്രത്തോളം വികസിക്കുമ്പോൾ ഐതിഹ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യ പുരോഹിതന്റെ വേഷമിടുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ തുറന്നെതിർക്കാനുള്ള ഒരു ആർജവം നമുക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകർ നമുക്ക് വഴികാട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവരുടെ പിന്നിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അവരൊക്കെ നിങ്ങളുടെ പുറകിലിരിക്കുന്ന ആൾക്കാരെ പോലെ വഴിതെറ്റിക്കുകയുള്ളൂ. അവരൊന്നും നമ്മളെ ശരിക്കുള്ള വഴിയിൽ നടത്തിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കും.